ഹലോ റീടേക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഓണ റിലീസാണ്. നമുക്ക് ഏതാണ്ട് 5 സിനിമകളാണ് ഇന്നത്തെ ഓണത്തിന് നമുക്ക് റിലീസിന് വന്നിരിക്കുന്നത്. മലയാള സിനിമ. അതിൽ പുതു നായകൻ മുതൽ എന്ന് പറഞ്ഞാൽ പുതുമുഖ നായകൻ മുതൽ മോഹൻലാലിന്റെ സിനിമ വരെ ഉണ്ട്. പിന്നെ മലയാളിയും ഓണവും സിനിമയും എല്ലാം ഏകദേശം കണക്റ്റഡ് ആണ്. നമ്മുടെ ഒരു മോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെയിൻ റിലീസസ് വരുന്നതെന്ന് പറയുന്നത് ഒന്ന് സമ്മർ റിലീസാണ്. കാരണം വെക്കേഷൻ സമയമാണ് 2 മാസത്തെ. പിന്നെ വരുന്നത് ഓണ ടൈമാണ്. മലയാളിയെ സംബന്ധിച്ച് ഓണത്തിന്റെ ആഘോഷം പൂർത്തിയാവുന്നത് സിനിമയും കൂടെ ഉൾപ്പെട്ടിട്ടാണ്. കാരണം വലിയ വലിയ സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന ഓണ സമയത്തായിരിക്കും. അത് കൂടാതെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് അത്. കഴിഞ്ഞ വട്ടത്തെ ഓണത്തെ സംബന്ധിച്ച് ഇത്തവണ സിനിമയുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. കാരണം 2 എണ്ണം, കഴിഞ്ഞ വട്ടം 3 ആയിരുന്നെങ്കിൽ ഈ വട്ടം 5. കഴിഞ്ഞ വട്ടം ഇറങ്ങിയ സിനിമകൾ 3 അത്യാവശ്യം പ്രേക്ഷക പ്രീതി നേടിയ സിനിമകളാണ്. ഇത്തവണ അതിന്റെ എണ്ണം ഞാൻ പറഞ്ഞ 5 മാറും. അതില് പുതുമുഖ നടൻ തൊട്ട് മോഹൻലാൽ വരെ ആ ലിസ്റ്റ് നീളും. അത് കൂടാതെ തന്നെ ഈ 5 സിനിമയും നമ്മൾ 5 ജേണലും സംസാരിച്ചു പോകുന്ന സംഭവമാണ്. ഇതിനകത്ത് കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ഫാമിലി മൂവി ഉണ്ട്, സ്പോർട്സ് മൂവി ഉണ്ട്. അപ്പം എല്ലാ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ 5 സിനിമ ഉണ്ടെങ്കിൽ തന്നെ ഈ 5 സിനിമകൾക്ക് ആള് കാണും തിയേറ്ററിൽ. അതാണ് ഈ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഓണ വെക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് 10 ദിവസമാണ് അവധി. അവരെ പേരൻസിന് തന്നെ ആണെങ്കിലും അവർക്ക് കൂടി ഒരു 4-5 ദിവസം അവർക്കും എങ്ങനെയായാലും അവധി കിട്ടും. അപ്പം അവരെല്ലാരും കൂടെ ഇപ്പം ഓണത്തിന് ശേഷം ഇപ്പൊ തിരുവോണം ആണെങ്കിൽ തിരുവോണത്തിന്റെ വൈകുന്നേരങ്ങളിൽ ചിലപ്പം സിനിമ കാണാൻ പോകുന്നവർ കാണും. അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ബന്ധു വീട്ടിൽ നിന്നും ബന്ധുക്കാരെല്ലാരും കൂടെ ചേർന്ന് പടത്തിന് പോകുന്നവർ കാണും. എന്തുകൊണ്ടും മലയാള സിനിമയ്ക്ക് ഓണം ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഒന്നാമതായി നമ്മൾ പറയുന്ന സിനിമ പുതുമുഖ നടനായ ഋതു ഹാരോൺ നായകനാവുന്ന മേനെ പ്യാർ കിയ ഒരു റൊമാൻസ് ഡ്രാമ സിനിമയായിരിക്കും. അത് 29-നാണ് റിലീസിന് വരുന്നത്. നവാഗത സംവിധായകനാണ്. ഈ പടം 29-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ 29-ന് റിലീസ് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഈ സ്കൂളും കോളേജുകളും ഒക്കെ അടയ്ക്കുന്ന ടൈം അതാണ്. ഈ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം ഒക്കെ ഈ പടം പോയി കാണാൻ പറ്റും. കാരണം ഇത് റൊമാൻറ്റിക് ഡ്രാമ ആയതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു ഒഴിഞ്ഞ് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിരിക്കും ഇത്. പിന്നെ പുള്ളി ചെയ്തതിൽ ഏറ്റവും ഗംഭീര പ്രകടനമുള്ള സിനിമയായിരുന്നു മൂറയിലെ നായകനാണ്. കൂടാതെ വേറെയും സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. അത് കൂടാതെ നായികയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നായിക തമിഴ് ആൽബം ആസൈ കൂടെ എന്നൊക്കെ പറയുന്ന സൂപ്പർ ഹിറ്റ് ആൽബത്തിൽ നിന്ന് വരുന്നതാണ്. കൂടാതെ അവിടെയും സ്റ്റാർ എന്നൊക്കെ പറയുന്ന സിനിമ കമ്മിറ്റ് ചെയ്തതാണ്. മലയാളത്തിലേക്കും ആദ്യത്തെ എൻട്രി ആയിരിക്കും. അതൊരു ബ്രേക്ക് ത്രൂ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തായാലും ഓണ സിനിമ ആയതുകൊണ്ട് അതിനൊരു ഇതുണ്ട്. 29-ന് ഇറങ്ങുന്ന 2ാമത്തെ സിനിമയാണ് ബാൾട്ടി. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ സിനിമ ബാൾട്ടി തന്നെയാണ്. ഷൈനികാണ് നായകൻ. അതിന്റെ ജേണലിൽ വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ 2 വർഷം മുമ്പുള്ള RDXും ഒരു ആക്ഷൻ സിനിമയാണ്. അത് ഓണ വിന്നറായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന രീതിയിൽ ഓണത്തിന് ഒരു പുതിയ സിനിമയായിട്ട് വരുന്നു. അത് ഈ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ആയതുകൊണ്ട് ഈ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർക്കും ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒരേപോലെ കൂടുതൽ പ്രാധാന്യം എന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. സംവിധായകനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ണി ശിവലിംഗം പുള്ളിയുടെ പേര്. എന്തായാലും ഏറെ പ്രതീക്ഷ അതിനുണ്ട്. ഏറെ പ്രതീക്ഷ ആ പടത്തിനുണ്ട്. 29 തന്നെയാണ്. അതും വേണമെങ്കിൽ ഈ പറഞ്ഞ സ്കൂൾ കോളേജ് പിള്ളേർക്ക് വേണമെങ്കിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതാണ്. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ. അതൊരു യൂണിവേഴ്സ് സിനിമയാണ്. ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ആണ്. ഒരു സൂപ്പർ ഹീറോ മൂവി. അതിൽ എന്താണ് നിന്റെ സൂപ്പർ വുമൺ, സൂപ്പർ ഹീറോ പവർ. നമ്മളും സൂപ്പർ ഹീറോ മൂവികൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളും ഒരു യൂണിവേഴ്സ് സൃഷ്ടിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ യൂണിവേഴ്സ് ആവുന്നു. അതിൽ എന്താണ് നിന്റെ ഒരു പ്രതീക്ഷ? എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രെയിലർ കണ്ടപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇത് അതിന്റെ മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മലയാളം സിനിമ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതിന്റെ മറ്റേ കല്യാണി പ്രിയദർശൻ ആക്ഷൻ രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റാറിംഗ് ആയിട്ട്. പിന്നെ അതിൽ തന്നെ അവര് പറയുന്നുണ്ട് ഇത് ചാപ്റ്റർ 1 ചന്ദ്രയാണ്. അപ്പം ഇതിന്റെ തന്നെ 5ഓളം പടങ്ങൾ ഇനി വരാൻ കിടപ്പുണ്ട്. ഓരോരോ ആക്ടേഴ്സിനെ ഓരോരോ ഇപ്പൊ ഈ സൂപ്പർ വുമൺ ആണെങ്കിൽ ചിലപ്പോ അടുത്ത ഏതെങ്കിലും സൂപ്പർ ഹീറോ ആയിരിക്കും. ദുൽഖറും ഇതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലോക യൂണിവേഴ്സിറ്റി വരുന്ന പടങ്ങൾ ഏറെ പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ ഓണത്തിന് ARM ഒരു വലിയൊരു വിജയമായിരുന്നു. കാരണം അതൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട് അതിനകത്ത്. അത് വെച്ച് നോക്കുമ്പോ ഈ പടത്തിനും
ആ ഒരു ജേണൽ പിടിക്കുന്ന ഒരു മൂവി ഇക്കൊല്ലവും ഉണ്ട്. ആക്ഷൻ ഒരു ഫാന്റസി വേൾഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ പിന്നെ അതിലോട്ട് തന്നെ അത് 28 ഇറക്കുമ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടും അതിന്. 3 സിനിമകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ 4ാമത്തെ സിനിമയാണ് ഫഹദിന്റെ ഓടും കുതിര ചാടും കുതിര. അതൊരു ഫാമിലി മൂവിയാണ്. അൽത്താഫ് ആണ് അതിന്റെ ഡയറക്ടർ. അൽത്താഫ് എല്ലാവർക്കും അൽത്താഫിനെ അറിയാവുന്നതാണ്. അൽത്താഫ് ഒരു നടനും കൂടെയാണ്. പുള്ളി ഇതിന് മുമ്പ് ചെയ്തതാണ് ഞണ്ടുകളുടെ നട്ടരീടുകൾ. അതൊരു ഓണത്തിനാണ് വന്നത്. അത് അന്നത്തെ ഓണം വിന്നർ ആയിരുന്നു പടം. അതൊരു ഫാമിലി ഡ്രാമയാണ്. ഇതും ഒരു ഫാമിലി. ഇതിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ നേരം? ഇതിലും ഉണ്ട്. കാരണം ഫഹദ് സെലക്ട് ചെയ്യുന്ന പടങ്ങളെല്ലാം ഒരു ഫാമിലി മൂവി. എനിക്ക് ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഒരു പാച്ചു അത്ഭുതങ്ങളൊക്കെ ആ ഒരു വൈബ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. പിന്നെ ഇതിലെ വേറൊരു പ്രത്യേകത കല്യാണി തന്നെയാണ് ഇതിലും. അപ്പൊ കല്യാണിയുടെ തന്നെ 2ാമത്തെ സിനിമയാണ്, 2ാമത്തെ പടമാണ്. അപ്പം ഇതൊക്കെ ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആവാനാണ് സാധ്യത ഈ പടം. കാരണം ആ ഒരു ഞണ്ടുകള നാട്ടിലെ ഇടവേളയും നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. അപ്പൊ ഇതും ഏകദേശം ആ ഒരു ഇതിലോട്ട് വരാൻ സാധ്യതകളെല്ലാം ഉണ്ട്. നമ്മുടെ 5ാമത്തെ പടം എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം. ലാലേട്ടന്റെ ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ. ഇതിന്റെ ആക്ടറിങ് എന്ന് പറയുന്നത് ഒത്തിരി പേരുണ്ട്. മലയാളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും വരുന്ന ഒരു സാധനം. ഏറ്റവും പ്രധാനം സംഗീത് പ്രതാപ്. ആ ഒരു കോംബോ, അതായത് മോഹൻലാലുമായിട്ട് തുടരില് കുറച്ചു നേരെ ഉള്ളെങ്കിൽ അവര് സ്കോർ ചെയ്തായിരുന്നു. അത് ഈ ഒരു സിനിമയിൽ മുഴുനീളം കാണാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അത് കൂടാതെ ഡയറക്ടർ തന്നെ പറഞ്ഞാണ് ഇതൊരു പ്രേമലു ആയിരിക്കും. മോഹൻലാലിന്റെ പ്രേമലു. അന്നേരം ഇതിൽ ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ട്. അതെ, മാളവികയുണ്ട്, പിന്നെ ലാലു അലക്സ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്. അപ്പൊ തന്നെ ഏകദേശം ഒരു ഫാമിലി സത്യനന്ദിക്കാടിന്റെ ഒരു പഴയ വൈബിലോട്ട് പോകാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഇതില് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാടിന്റെ 2 മക്കളും പുള്ളിയുടെ AD ആയിട്ടാണ് ഈ സിനിമ വർക്ക് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അവര് പറയുണ്ടായി ഇതിന്റെ പേര് സജസ്റ്റ് ചെയ്ത മോഹൻലാലാണ്. ആ കൈയക്ഷരം പുള്ളിയുടെയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ അവര് അത്രത്തോളം ഒരു ഹാപ്പിനെസ്, നല്ലൊരു പ്ലസന്റ് ആയിട്ട് ചെയ്തൊരു മൂവി ആയിരിക്കും ഇത്. അതേപോലെ തന്നെ അവരാണ്ട് ഒരു വർഷം തന്നെ 6ഓളം സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. മോഹൻലാല് വീണ്ടും ട്രാക്ക് തിരിച്ചു പിടിക്കുന്ന പോലെ എമ്പുരാനി വന്നു, തുടരൂല് അത് ഓക്കെയാണ്. ആണ്ട് അടുത്ത ഹൃദയപൂർവ്വം വർക്കാവുകയാണെങ്കിൽ മോഹൻലാൽ ബാക്ക് ട്രാക്ക്. എന്തായാലും ഏറ്റവും കൂടുതൽ ഒരു കാത്തിരിക്കുന്ന സിനിമ ഇതായിരിക്കും. ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് കേറാൻ പോകുന്ന പടവും അത് മോഹൻലാലിന്റെ ഓണർ റിലീസ്. ഓണത്തിന് മോഹൻലാലിന്റെ സിനിമ വന്നിട്ടും കുറെ നാളായി. അയ്യോ, ഓണത്തിന് ഒരു മോഹൻലാൽ പടം ഉണ്ടെങ്കിൽ അറിയാല്ലേ, ഫാമിലി ഓഡിയൻസ് അവിടെ കേറിയിരിക്കും. അന്നേരം ഇതും ഒത്തിരി പ്രതീക്ഷയോടെ വരുന്ന പ്രതീക്ഷ. സത്യനന്ദിക്കാടും കൂടെ ചേരുന്നത് കൊണ്ട് ഒത്തിരി പ്രതീക്ഷയാണ്. കാരണം പണ്ട് മുതലുള്ള ഇവര് തമ്മിൽ വരുന്ന സിനിമകളെല്ലാം ഒരു ലൈഫുള്ള സിനിമകളും അതെല്ലാം ഹിറ്റും ആയ സിനിമകളുമാണ്. ഒന്നിനും മോശം അഭിപ്രായം കിട്ടിയിട്ടില്ല. എല്ലാത്തിനും ഒരു ഹിറ്റ് തന്നെ ആയിരിക്കും അവരും പ്രതീക്ഷിക്കുന്നത്. പുള്ളിയും പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയാണോ മോഹൻലാലിനെ കാണുള്ളത് അത് ഞാൻ ക്യാമറയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് ഹൃദയപൂർവ്വം. അപ്പൊ 5 സിനിമയുടെ കാര്യം പറഞ്ഞു. 3 ഒറ്റ ദിവസമാണ് ഇറങ്ങുന്നത്. മേനെ പ്യാർ കിയ, ബാൽട്ടി, ഓടുകുതിര ചാടുകുതിര. പിന്നെ ഹൃദയപൂർവ്വവും ലോകയും 28-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഓണത്തിന് തുടക്കം ദുൽഖറിന്റെ പ്രൊഡക്ഷനും മോഹൻലാലിന്റെ സിനിമയും തമ്മിലാണ്. 28-ന് അവര് ആ 2 സിനിമകൾ ഇറങ്ങുന്നത്. 2ാം ദിവസം 29-ന് 3 സിനിമകൾ ഇറങ്ങും. അപ്പം ഈ ഓണത്തിന് സിനിമാ പ്രേമി എന്ന നിലയിൽ നമുക്ക് ആഘോഷിക്കാനുള്ള എല്ലാ സിനിമാ പ്രേമി എന്ന നിലയിലും സാധാ ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഒത്തിരി ചോയ്സ് ഉണ്ട്. അപ്പം 5ഓളം സിനിമകൾ ഇറങ്ങുന്നു, ഒത്തിരി ചോയ്സ് ഉണ്ട്. എല്ലാവർക്കും സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ പടങ്ങളും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു.